ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ നമുക്ക് ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം എന്നതിനെ കുറിച്ചൊരു ടിപ്സാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോയിൻ്റാണ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്. അതായത് ബേസിക്കിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക. ബേസിക് ആയിട്ടുള്ള, അതായത് ബൈസ്പിൾ ലേൺ കോമൺ ഫ്രേസസ് ആൻഡ് ഗ്രീറ്റിങ്സ്. അതായത് കോമൺ ആയിട്ടുള്ള ഫ്രേസസും ഗ്രീറ്റിങ്സൊക്കെ പഠിക്കുക. പിന്നെ ബേസിക് ലെവൽ A1 A2 A1 ആണ് ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ലെവൽ വരുന്നത്. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പോർഷൻ പഠിക്കുക. അടുത്തത് വൊക്കാബുലറി മസ്റ്റാണ്. നമ്മൾ വൊക്കാബുലറി ഇല്ലാതെ നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം വൊക്കാബുലറി മസ്റ്റായിട്ട് വേണം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുക. രണ്ടാമത് വരുന്നതാണ് പ്രാക്ടീസ് പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് പറയുക. അതാണ് മസ്റ്റായിട്ട് പിന്നെ വേണ്ടൊരു കാര്യം. പ്രൊണൗൺസിയേഷൻ നമ്മൾ തുടക്കം മുതൽ തന്നെ കറക്റ്റായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പിന്നെ സ്പീക്കിംഗ് ഒക്കെ ആദ്യം തന്നെ കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതിന് നമ്മൾ ലിസൺ ടു നേറ്റീവ് സ്പീക്കർ ലെസൺസ് ലിസൺ ചെയ്യുക. എന്നിട്ട് ഇമിറ്റേറ്റ് ദെയർ സൗണ്ട്. അവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ പോയിൻ്റ്. വാച്ച് ജർമ്മൻ മൂവീസ് ആൻഡ് TV ഷോസ് വിത്ത് സബ്ടൈറ്റിൽസ്. അതായത് ജർമ്മൻ മൂവീസ് വാച്ച് ചെയ്യുക, അത് TV ഷോസൊക്കെ വാച്ച് ചെയ്യുക. സബ്ടൈറ്റിൽസിലൂടെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിലൂടെ ടു ഇംപ്രൂവ് അവർ വൊക്കാബുലറി ആൻഡ് ലിസണിങ് സ്കിൽ. വൊക്കാബുലറിയും അതുപോലെ തന്നെ ലിസണിങ് സ്കില്ലൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് തന്നെയാണ്. നമുക്ക് റെഗുലറായിട്ട് നമ്മളൊരു സീരീസോ മൂവിയോ വല്ലതും വാച്ച് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ലിസണിങ് സ്കില്ല് കൂട്ടാൻ പറ്റും. പുതിയ വൊക്കാബുലറി പഠിക്കാൻ പറ്റും. പിന്നെ പ്രൊണൗൺസിയേഷൻ നമുക്ക് കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയൊക്കെ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടെന്ന്. വളരെ എളുപ്പം തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു പോയിൻ്റാണ് ടു ലേൺ ഇമ്പോർട്ടൻറ്റ് ഡെയിലി വൊക്കാബുലറി. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയിലി വൊക്കാബുലറി നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. വൊക്കാബുലറിയാണ് ഏറ്റവും മസ്റ്റ്. കാരണം നമുക്ക് വൊക്കാബ് അറിഞ്ഞാലുള്ളൂ നമുക്ക് സ്പീക്കിംഗ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചറോ ഗ്രാമറോ മാത്രം അറിഞ്ഞാൽ പോരാ. അതിൻ്റോടൊപ്പം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കുറേ വൊക്കാബുലറിയാണ്. ഡെയിലി ബേസിസും ബേസിക്കായിട്ടും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കുറേ വൊക്കാബുലറിയാണ് നമുക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നമുക്ക് സ്പീക്ക് ചെയ്യണമെങ്കിൽ വൊക്കാബുലറി നമ്മൾ അതനുസരിച്ച് ലെവലപ്പ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അടുത്തൊരു പോയിൻ്റാണ് യൂസ് ലാംഗ്വേജ് ലേണിംഗ് ആപ്പ്. അതിപ്പോൾ നമുക്ക് കുറേ ലാംഗ്വേജ് ലേണിംഗ് ആപ്പുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കുറേ ആപ്പുകളുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലിസണിങ്ങും അതുപോലെ റീഡിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിൻ്റാണ് പ്രാക്ടീസ് റെഗുലർലി വിത്ത് സമ്മൺ ഓർ ഫ്രണ്ട്സ്. അതായത് എന്നും പ്രാക്ടീസ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെയോടൊപ്പം ആയാലും മതി, റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ നമുക്ക് കോൺഫിഡൻസും കൂടും, നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പാവും. അങ്ങനെ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് സ്പീക്കിംഗ് ഒക്കെ ചെയ്ത് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 6 പോയിൻ്റുകൾ, ടിപ്സ് ആൻഡ് ട്രിക്ക് വരുന്നത്. ഇത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടത്, ഏതൊക്കെ ഗ്രാമർ പോർഷനാണ് വേണ്ടത് എന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് നെക്സ്റ്റ് ഡേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചൂസ്.